Good morning, all. പ്രപഞ്ച സൃഷ്ട ഓഡിബിൾ അല്ലേ? പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഷൈല നസീർ മാം ആണ്. മാം സ്റ്റുഡന്റ് ആൻഡ് ഫാമിലി കൗൺസിലർ ആണ്, ട്രെയിനർ ആണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാം മാം. മാം അൺമ്യൂട്ട് ആണ് കേട്ടോ. മാമിന്റെ മൈക്ക് മ്യൂട്ടാണ്. കേൾക്കാമോ? കേൾക്കാം. ഗുഡ് മോർണിംഗ്. സജിന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ല മാം? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല മഴയുണ്ട് രാവിലെ. നെറ്റിന്റെ പ്രശ്നം വല്ല വരുമെന്ന് അറിയില്ല. കുറേ നാള് കൂടി ഇന്നാണ് ഞാൻ മോർണിംഗ് സെഷനിൽ കയറുന്നത്. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. എല്ലാവരും വളരെ നല്ല ഒരു എന്താ പറയാ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? മെന്റലി ആൻഡ് ഒരു നല്ല ഒരു എന്താ പറയാ മനസ്സ് നല്ലൊരു പ്രിപ്പയർഡ് ആക്കി ഇരിക്കണം തോന്നുന്നു രാവിലെ. ഞാൻ ഇന്നാണ് അതിൽ കയറുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. നമ്മുടെ ഒരു സെഷനിൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കമ്പാരിസൺ, ദ ഈവിൾ ഇൻ അവർ ലൈഫ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇങ്ങോട്ടും കൂടെ പറഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. 2 ഫ്ലവർ, എ റോസ് ഫ്ലവർ ഓർ എ സൺഫ്ലവർ, ഏതാണ് കൂടുതൽ ഭംഗി? പറയാമോ? വിച്ച് ഈസ് മോർ ബ്യൂട്ടിഫുൾ, റോസ് ഫ്ലവർ ഓർ സൺഫ്ലവർ? പറയാമോ? റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും പറഞ്ഞോളൂ, കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല. ഒരു സൺഫ്ലവർ ആണോ അതോ ഒരു റോസ് ഫ്ലവർ ആണോ ബെറ്റർ, കൂടുതൽ ഭംഗി? രണ്ടും എന്ന് വരുന്നുണ്ട്. ഓക്കെ, സൺഫ്ലവർ എന്ന് വരുന്നുണ്ട്. ഓക്കെ, ശരി. ഞാൻ ചോദിക്കുന്ന, നിങ്ങളിൽ ആരാണ് സുന്ദരി, കൂടുതൽ സുന്ദരി? നിങ്ങൾ കണ്ടിട്ടുള്ളവരില് കൂടുതൽ സുന്ദരി ആരാണ്? ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ഞാൻ വെരി ഗുഡ്, വെരി 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 ഗുഡ്, നല്ല ഉത്തരം വന്നു. ചിലപ്പോൾ നമുക്കത് തീരുമാനിക്കാൻ ഇച്ചിരി പ്രയാസം വരും അല്ലേ? പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, റിലേറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് കൂടുതൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. എപ്പോഴെങ്കിലും മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് നമുക്ക് വിഷമം വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്ത് റെസ്പോണ്ട് ചെയ്താൽ കൊള്ളാം. കേൾക്കാൻ പറ്റുന്നില്ലേ? വിഷമമുള്ള ജീവിതമാകുമ്പോ കണ്ടിട്ട് വിഷമം തോന്നാറുണ്ട് ചിലപ്പോ. മറ്റുള്ളവരുടെ വിഷമം കണ്ടിട്ട് വിഷമം തോന്നാറുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം വിഷമം കണ്ടിട്ട്, അവരുടെ വിഷമം കണ്ടിട്ടല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല. നന്നായി ജീവിക്കുന്നുണ്ടെങ്കിലേ സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിന്ന് വരും. അതുപോലെ വിഷമമുള്ളതാണെങ്കിൽ. ഓക്കെ 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 മറ്റുള്ളവരുടെ കോമൺലി കാണുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാര്യം
ഒരു താരതമ്യം. മറ്റുള്ളവര് ഇപ്പൊ അവരുടെ ഒരാൾക്ക് കൂടുതൽ മാർക്ക് കിട്ടി, എനിക്ക് കുറച്ച് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതൽ സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സൗന്ദര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന കൂടുതൽ നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ പൈസ കിട്ടി. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് ബാക്കിയുള്ളവരോട് തോന്നുന്ന ഒരു 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 താരതമ്യം വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഇന്നത് കൂടുതലുണ്ട്, നമുക്ക് ഇന്നത് ഇല്ലല്ലോ. അതൊരു ഉം, ഒരു വേറൊരു വികാരമല്ല, മറിച്ച് ഒരു ചെറിയൊരു താരതമ്യം. അവർക്കുണ്ട്, എനിക്കില്ലല്ലോ. യോ, അവർ ഇന്നതിനൊക്കെ കാണിക്കുന്നല്ലോ, നമുക്ക് ഇന്നത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സോഷ്യൽ മീഡിയ ലൈഫാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫിൽ ഓരോ ഓരോ ഇത് കാണുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു ഒരു ചെറിയ മറ്റ് മനുഷ്യരായാൽ തോന്നും, അവർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഇല്ലല്ലോ. ആ ഒരു താരതമ്യം വരുന്ന വഴിയാണ് ഇന്ന് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. താരതമ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തെയും കഴിവുകളെയും മറ്റുള്ളവരുമായിട്ട് നിരന്തരം അളക്കുന്ന ഒരു കമ്പാരിസൺ ആണ്. മറ്റുള്ളവരുമായിട്ട് അങ്ങ് താരതമ്യം ചെയ്യും. നമ്മൾ നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുമായിട്ട് അങ്ങ് താരതമ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒരു ഒരു വിഷമം മനുഷ്യനിൽ ഉണ്ടാക്കുന്ന. രാവിലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഡൗൺ ആകുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലർ. കാര്യം എന്താ വെച്ചാല് ചില കാര്യങ്ങൾ അതിൽ കാണുമ്പോൾ, അയ്യോ, അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ എനിക്ക് മാത്രം എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയിൽ ഡൗൺ ആകുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പോ മനുഷ്യന്റെ ജീവിതത്തില് കൂടപ്പിറപ്പാണ് ഒരു താരതമ്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം കഴിവും നമ്മുടെ ജീവിതവും ഒക്കെ മറ്റുള്ളവരുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുന്നു, ഒന്ന് തട്ടിക്കുന്നു. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ സങ്കടം നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്ന ആളുകളുണ്ട്, തോന്നും. യഥാർത്ഥത്തില് ഇത് എവിടുന്നാ വരുന്നത്? ഈ താരതമ്യം എന്ന് പറയുന്നത് വരുന്നത് ബേസിക്കലി കുടുംബത്തിൽ നിന്ന് തുടങ്ങും. ചെറുപ്പം മുതല്, കുഞ്ഞിലേ മുതല് കുടുംബത്തിലേ തുടങ്ങുന്ന ഒരു സാധനമാണ് ഈ താരതമ്യം എന്ന് പറയുന്നത്. നമ്മള് പിള്ളേരോട് നമ്മൾ പറയും, അവനെ പോലെ പഠിക്കൂ, അവനെ കണ്ടുപിടിക്കൂ, ഇവനെ കണ്ടുപിടിക്കൂ, അല്ലെങ്കിൽ അവൾ എത്ര ഡിസിപ്ലിൻ ആണ്, നീ എന്താ ഇങ്ങനെ. എന്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോഴും, നമ്മൾ പരസ്പരം പറയുമ്പോഴും നമ്മൾ പറയുന്നത് അവരെ നോക്കി പഠിക്കുക, അവരെ കണ്ടോ, ഇവരെ കണ്ടോ. ചില പേരൻസ് മീറ്റിങ്ങിലൊക്കെ പേരൻസ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വേറെയാണ്, നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങളാണ്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയായിട്ട് കാണൂ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കുട്ടി ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അവനെ പോലെ ആവൂ, ഇവനെ പോലെ ആവൂ എന്ന് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങും. പിള്ളേരിൽ മാത്രമല്ല, പരസ്പരവും നമ്മൾ പറയേണ്ടതോ, അയാളെ കണ്ടുപിടിക്കൂ, ഇയാളെ കണ്ടുപിടിക്കൂ, അവരിങ്ങനെ ഇവരിങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞൊരു കമ്പാരിസൺ ചെറുതിലേ മുതൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങ് ഉണ്ടായി വന്നു പോകും. അതൊരു മാനുഷികമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. രണ്ടാമത് സൊസൈറ്റി പ്രഷറാണ്. എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ 3 സ്പേസ് നമുക്ക് പറയാം. ഒന്ന് കുടുംബം, 2 ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ പ്രഷറിൽ നിന്ന് വരുന്ന അത് കരിയറുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യം വരും. പൈസയുമായി, അതുകൊണ്ട് അവന് ഇത്രയും ശമ്പളമുള്ള ജോലിയാണ്, ഇവൻ ഇത്രയും ശമ്പളമുള്ള ജോലിയേ ഉള്ളൂ എന്നുള്ള ഒരു കമ്പാരിസൺ മണിയിൽ വരും. അതുപോലെ അപ്പിയറൻസിൽ വരും. ഇതിലെല്ലാം വരുന്നത് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടാവാറുണ്ട്. ഇൻസ്റ്റഗ്രാം കണ്ടിട്ട് വിഷമം തോന്നിയ ആളുകൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് സ്വന്തം ജീവിതം മോശമാണെന്ന് തോന്നിയ ആളുകൾ പലരും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഷെയർ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യരാണ്. അപ്പൊ കമ്പാരിസൺ വരുന്നത് കുടുംബത്തിൽ നിന്ന് വരും, സോഷ്യൽ പ്രഷറിൽ നിന്ന് വരും. മൂന്നാമത് വരുന്ന സംഭവം സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഏറ്റവും നമ്മൾ ഭയക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഫേക്ക് പെർഫെക്ഷൻ ആണ്. അത് ഹൈലൈറ്റ് റീൽസ് ഉണ്ട്. ഇതില് ഫേക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്താണ്? പീപ്പിൾ പോസ്റ്റ് ദെയർ ബെസ്റ്റ് മൊമെന്റ്സ് എന്നാണ്, നോട്ട് ദെയർ റിയൽ സ്ട്രഗിൾസ്. അവരുടെ റിയൽ സ്ട്രഗിൾസോ അവരുടെ റിയൽ ലൈഫോ അല്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അത് അവരുടെ ബെസ്റ്റ് മൊമെന്റ്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ, അത് കണ്ടിട്ടാണ് നമ്മുടെ ജീവിതം എന്തുകൊണ്ട് അങ്ങനെ ആവുന്നില്ല എന്നുള്ള ഒരു ചിന്ത മനുഷ്യന് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി പോകും. സോഷ്യൽ മീഡിയ ഈസ് നോട്ട് റിയൽ ലൈഫ്, റീൽ ഈസ് നോട്ട് റിയൽ ലൈഫ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ട കാലം ഒരുപാട് കഴിഞ്ഞു.
ഫേക്ക് ഹാപ്പിനെസ് ആണ്. അതായത് എഡിറ്റഡ് ഹാപ്പിനെസ് എന്നാണ് പറയുക. സോഷ്യൽ മീഡിയയിൽ എഡിറ്റഡ് ഹാപ്പിനെസ് ആണ്. അവര് മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ പ്ലേസ് ചെയ്യുന്നത് അവരുടെ റിയൽ ലൈഫ് അല്ല, മറിച്ച് അവരുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആക്കാനുള്ള എഡിറ്റഡ് ഹാപ്പിനെസ് ആണ്. ആ ഒരു ഹൈലൈറ്റ് റീൽസ് കണ്ടിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പറ്റുന്നില്ല, അയ്യോ നമ്മൾക്ക് ഇവർക്ക് എല്ലാവർക്കും ഇത് ചെയ്യുന്നല്ലോ, ഞാൻ മാത്രം ഇത് ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരുന്നത്. സോഷ്യൽ ലൈഫ് വളരെ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണത്. അപ്പോ താരതമ്യം വരുന്ന വഴിയെ 3 വഴിയാണ്. ഒന്ന് കുടുംബത്തിൽ നിന്നുണ്ടാവും, പിന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ചുറ്റുപാട് നിന്ന്, പിന്നെ വരുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇനി ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയാൽ ശരി, ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നുന്നു, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പം അതിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാവും? ഒരു ദോഷം പറയാവോ? ഒരു ദോഷം. നമുക്ക് അങ്ങനെ മറ്റുള്ളവരുമായി നമ്മൾ കമ്പയർ ചെയ്ത് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദോഷം. നമ്മൾക്ക് എപ്പോഴും നിരാശയായിരിക്കും. കറക്റ്റ്. ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഭയങ്കര നിരാശയാണ്. നിരാശ എന്ന് പറഞ്ഞാൽ അയ്യോ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള ഒരു നിരാശ, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഉറപ്പായിട്ടുണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു 7 പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, ഒരു ആത്മവിശ്വാസക്കുറവാണ്. നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം അങ്ങ് പോകും, ഒരു സെൽഫ് കോൺഫിഡൻസ് പോകും. ആ ഒരു ഒരു നമുക്കിതൊന്നും പറ്റുന്നില്ല, നമുക്കിതൊന്നും കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസ കുറവ് വരും. നമുക്കൊരു വിശ്വാസം ഇല്ലാതെ പോകും നമ്മളെ തന്നെ. പിന്നെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി സെക്കൻഡ് പോയിന്റ് വരും. പിന്നെ ഉണ്ടാകുന്നത് നമുക്കൊരു സെൽഫ് ഡൗട്ടാണ്. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസമില്ലാത്ത ഒരു സെൽഫ് ഡൗട്ട്, എനിക്കിതൊന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നല്. അതിൽ നിന്ന് വരുന്ന അസൂയ, ഒരു ജലസി ഫോം ചെയ്യും, യാതൊരു സംശയവും. ജലസി ഉണ്ടാവും എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരിക്കലും ഇല്ല. ശരിക്കും ഈ ഒരു താരതമ്യവും ഇത് ഇങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അസൂയ ഉണ്ടാകും, മറ്റുള്ളവരോട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജലസി. ഒന്ന്, ഒരു ആത്മവിശ്വാസക്കുറവ്. 2, അസൂയയും ഒരു വിരോധവും ഉണ്ടാവും. മറ്റുള്ളവരോട് നമുക്കറിയാതെ തന്നെ അവരോടൊരു വിരോധം തോന്നിപ്പോകും അസൂയയോടൊപ്പം. ദെൻ സ്ട്രെസ്, ആങ്സൈറ്റി ഉണ്ടാകും. പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഭയങ്കര നമ്മുടെ സെൽഫ് ഡൗട്ടാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങ് മറക്കും, നമ്മുടെ കഴിവ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങ് മറന്നുപോകും. ശരിക്കും അത് നമ്മൾ അവഗണിക്കും. നമ്മൾ മറ്റുള്ളവരുടെ റീൽസും മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഇതും കണ്ട് നമ്മളെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു അസൂയയും വിരോധവും സ്ട്രെസ്സും ഒക്കെ കൊണ്ട് നമ്മളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മളതങ്ങ് മറക്കും, അഥവാ നമ്മളതിനെ അവഗണിക്കും എന്നാണ് പറയുക. നമ്മൾ അതിനെ അങ്ങ് കളയും, എന്നിട്ട് ഇതിന്റെ പുറകിൽ നമ്മൾ പോകും എന്നുള്ളതാണ്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ചെന്ന് എത്തി നിൽക്കുന്നത് ഡിസ്ട്രെസ് ആണ്. ശരിക്കും ഡിപ്രഷൻ, വിഷാദ രോഗം, ഇതിലേക്കൊക്കെ കടന്നു പോകാനുള്ള സാധ്യത ഇത് സംഭവിച്ചിട്ടുള്ള ആളുകളുമുണ്ട്. നമുക്ക് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പൊ കമ്പാരിസന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് വരും, അസൂയയും വിരോധവും വരും, സ്ട്രെസ്സും ആങ്സൈറ്റിയും വരും, നമുക്കൊരു സെൽഫ് ഡൗട്ട് തോന്നാം, സ്വന്തം കഴിവിനെ മറക്കുന്നു അല്ലെങ്കിൽ സ്വന്തം കഴിവ് അവഗണിക്കുന്നു നമ്മൾ. പിന്നെ വിഷാദ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇപ്പോൾ. ഇനി ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇത് ഗുണമാകുന്ന ചില സന്ദർഭങ്ങളില്ലേ ഒരു കമ്പാരിസൺ? ചില സന്ദർഭങ്ങളിൽ ഇത് ഗുണമാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നല്ല കമ്പാരിസൺ ചിലപ്പോ ഗുണം തോന്നിക്കാം. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും? നല്ല കമ്പാരിസണും ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസണും ഉണ്ട്. നല്ല താരതമ്യം ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിനെ സഹായിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ്, എനിക്ക് അങ്ങനെ വളരണം എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹെൽത്തി കമ്പാരിസൺ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിന്, നമുക്ക് തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കണം അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യണം എന്ന് തോന്നിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. ചില കമ്പാരിസൺ നമ്മളിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട്. പിന്നെ ചില കമ്പാരിസൺ നമ്മളിൽ മോട്ടിവേഷനും ഉണ്ടാക്കും, ഒരു അഭിപ്രേരണ നമ്മളിൽ ഉണ്ടാക്കും. അങ്ങനെ കാണുമ്പോൾ
അത് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സന്ദർഭം, അയ്യോ എനിക്കും അങ്ങനെ ആയാൽ എന്ത് എന്ന് തോന്നുന്നതും ഉണ്ട്, ഇല്ലെന്നല്ല. അതിൽ കൂടെ പഠനം നടക്കുന്നതും ഉണ്ട്. നല്ല പഠനം നടക്കുന്ന സന്ദർഭങ്ങളും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസണിലൂടെ നടക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അതിനെ തന്നെ നേരെ ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസൺ ആകുമ്പോഴാണ് ഒരു സെൽഫ് ഹേറ്റഡ് ഉണ്ടാകും. നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ്. നമ്മളോട് തന്നെ ഒരു വെറുപ്പ് ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കാൻ ശ്രമിക്കും. അവരെ ആ ഒരു രീതിയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഹേറ്റഡ് ഓൾറെഡി നമ്മൾക്ക് അങ്ങ് ഡെവലപ്പ് ചെയ്യും അവരോട്. ഈ ഹേറ്റഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ പോകാതിരിക്കാൻ ശ്രമിക്കും, മറ്റുള്ളവരുമായിട്ട് അകലം പാലിക്കാൻ ശ്രമിക്കും. അതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയൊരു ദോഷമായിട്ട് വരുന്നത് മറ്റുള്ളവരിൽ നമ്മൾ അകലം പാലിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അത് ഹെൽത്തി അല്ലാത്ത ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസൺ. ഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസൺ ശരിക്കും ഇംപ്രൂവ്മെന്റ്, സെൽഫ് ഇംപ്രൂവ്മെന്റിനെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ, നമുക്ക് ചില ഇൻസ്പിറേഷൻസ് നൽകാറുണ്ട്. അതുപോലെ ഒരു മോട്ടിവേഷൻ ആവാറുണ്ട്. അത് ലേണിങ്ങിലേക്കൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ കമ്പാരിസൺ ടോക്സിക് ആയി മാറുമ്പോൾ എന്തു പറ്റും? ഒരു സെൽഫ് ഹേറ്റഡ് ഉണ്ടാകും, ജെലസി ഉണ്ടാകും, നമുക്ക് ഒരു ഇൻഫീരിയോറിറ്റി തോന്നും, ഒരു സ്ട്രെസ് തോന്നും. അതൊക്കെ ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസണിൽ ഉണ്ടാവുന്നതാണ്. ഇനി ഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസണിൽ നമ്മൾ അവൻ തോറ്റ് ഞാനും തോറ്റ്, ഞാൻ തോറ്റ് അവനും തോറ്റ് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. നമ്മൾ ചില ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ തോറ്റ് അവനും തോറ്റ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കമ്പാരിസൺ നമ്മളിൽ തരുന്ന എന്ന് പറഞ്ഞ ഒരു വിശ്വാസമാണ്. അവനും കൂടെ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ വരുന്ന ഒരു വിശ്വാസവും ഒരു കമ്പാരിസണും ഒക്കെ ജീവിതത്തിൽ ചില ജീവിത നൈപുണികളിൽ പെടുന്നതാണ്. അതെ, അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഒരു മെക്കാനിസമാണ് സെൽഫ് ഡിഫൻസ് മെക്കാനിസം. അതായത് ഞാൻ തോറ്റുപോയി, എന്റെ സങ്കടം ഞാനൊന്ന് കമ്പയർ, ഇന്ന ആളുകളും ഒക്കെ കൂടെ തോറ്റു, അവരും തോറ്റു, അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ആശ്വസിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. അങ്ങനെയുള്ള ടോക്സിക് അല്ലാത്ത കമ്പാരിസണും ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസണും ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത് ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. ടോക്സിക് അല്ലാത്ത കമ്പാരിസൺ വളരെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ ആ ഒരു താരതമ്യം എന്ന് പറയുന്നത്. ശരി, ഇനി എന്തെന്ന് പറഞ്ഞാലും കമ്പാരിസൺ സ്റ്റീൽസ് ജോയ് ഓഫ് ലൈഫ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ മോഷ്ടിച്ചെടുത്തോണ്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ ചെയ്തതിന് 1-2 കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കുരങ്ങനും മീനും മരത്തിൽ കയറിയ കഥയുണ്ട്. മരത്തിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മീൻ ബുദ്ധിയില്ലാത്ത ആളാ, അല്ലെങ്കിൽ മീൻ കഴിവില്ലാത്ത ആളാ? അല്ലല്ലോ. കുരങ്ങനെ മരത്തിൽ കയറാൻ കഴിവുണ്ടെങ്കിൽ മീനിന് എന്താണ്? വെള്ളത്തിൽ നീന്താൻ കഴിവുണ്ട്. അതുപോലെ കാക്കയും മയിലും കഥ കേട്ടിട്ടുണ്ടോ? കാക്കയും മയിലും എന്ന് പറഞ്ഞാൽ ഒരു കാക്ക ഈ മയിലും കൂടി കണ്ടപ്പോ മയില് സങ്കടത്തോടെ കാക്ക സങ്കടത്തോടെ മയിലിനോട് പറഞ്ഞു, നിന്നെ എല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണ്, നിനക്ക് എന്ത് നല്ല പീലിയാണ്, എന്ത് നല്ല വർണ്ണമാണ്, നീ എത്ര സുന്ദരിയാണ്, നിന്നെ ആൾക്കാർ എത്ര ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഞാന് കറുത്തിരിക്കുകയാണ്, എന്നെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ മയില് പറഞ്ഞത്, എന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞല്ലോ, പക്ഷെ എന്നെ അവര് പിടിച്ച് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വളർത്താൻ ശ്രമിക്കും എന്നെ കണ്ടാൽ. പക്ഷെ നിന്നെ കണ്ടാലോ, ഞാൻ നിന്നെ പോലെ സ്വതന്ത്രയാണോ? ഒരു ചോദ്യം. നീ പറന്നു നടക്കുന്നത് പോലെ എനിക്ക് സ്വതന്ത്രമായി പറന്നു നടക്കാൻ കഴിയുന്നില്ലല്ലോ. കാക്ക പറഞ്ഞപ്പോ, കാക്കയുടെ ദുഃഖം പറഞ്ഞപ്പോ മയില് പറഞ്ഞ ദുഃഖം ഇതാണ്, എനിക്ക് നിന്നെപ്പോലെ പാറിപ്പറന്ന് നടക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് സ്വതന്ത്രമായി നിന്നെപ്പോലെ പാറി നടക്കാൻ കഴിയുന്നില്ല. നീ കാണുന്ന എന്റെ സൗന്ദര്യം മാത്രമല്ല, എനിക്കുണ്ട സങ്കടങ്ങൾ മറ്റ് കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും മറ്റുള്ളവര് കാണാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ പുറമേ കാണുന്നതല്ല ആരുടെയും ജീവിതം. അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം. നമ്മൾ പുറമേ കാണുന്നത്, ഇപ്പോ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് വന്നത് തുടങ്ങിയത് മുതൽ ഒരു ഫേക്ക്നെസ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങി. അത് ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഒരു ഫേക്ക്നെസ്, അത് സോഷ്യൽ മീഡിയയുടെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇഫക്റ്റ് തന്നെയാണ്. ഒരുമാതിരി ഒരു ഫേക്ക്നെസ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാണുന്നതല്ല, അതിന്റെ പിന്നില് കാണാത്ത പ്രശ്നങ്ങൾ, എല്ലാവർക്കും കാണാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. കാണുന്ന ആളുകളല്ല എല്ലാവരിലും കാണാത്ത പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ട്. അപ്പൊ ഈ കാണുന്നത്, നമ്മൾ കാണുന്ന ലൈഫ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അതിന്റെ പിന്നാമ്പുറം നമ്മൾ കാണുന്നില്ല. ഈ
ഫ്രണ്ട് ലൈഫ് കണ്ടിട്ടാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അല്ലെ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെ, നമ്മുടെ മക്കളെ, അല്ലെ ബാക്കിയുള്ളവരെ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ ഈ ഫ്രണ്ട് ലൈഫ് കണ്ടിട്ടാണ്. ഇനി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളിൽ തന്നെ ഉണ്ട് വികാരം ഉണ്ടാകുന്നതും മറ്റുള്ളവരുടെ ഫ്രണ്ട് ലൈഫ് കണ്ടിട്ടാണ്. ഒരു ബാക്ക് ലൈഫ് എവറി ഹ്യൂമൻ ബീങ്സ് ഹാവ് ദാറ്റ് റിയൽ ലൈഫ്. അത് റിയൽ ലൈഫ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രമാത്രം ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസൺസ് ദോഷം ചെയ്യും എങ്കിൽ നമുക്കിതിനെ ഓവർകം ചെയ്യണമല്ലോ. നമുക്ക് ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങളെ കുറിച്ചുകൂടി നമുക്ക് ചിന്തിക്കാം. ഈ കമ്പാരിസൺ എവിടെ നിന്ന് വരുന്നു നമ്മൾ പഠിച്ചു. 1 കുടുംബത്തിൽ നിന്നാണ്, 2 സൊസൈറ്റൽ പ്രഷറിൽ നിന്നാണ്, 3 സോഷ്യൽ മീഡിയയാണ്. കുടുംബവും സൊസൈറ്റിയും ഒപ്പം സോഷ്യൽ മീഡിയയും ചേർന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ യാഥാർത്ഥ്യം. കുടുംബത്തിനോടും സൊസൈറ്റിയോടും ചേർത്ത് പറയാവുന്ന ഒരു വാക്കായി കഴിഞ്ഞു സോഷ്യൽ മീഡിയ, റിയൽ ലൈഫ്. ഇനി അതിന് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മൾ പറഞ്ഞു. ദോഷങ്ങൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസണും ഉണ്ട്, ടോക്സിക് ആയിട്ടുള്ള കമ്പാരിസണും ഉണ്ട്. ഇനി നമുക്ക് പറയുന്നത് ഇതിനെ ഹൗ ടു ഓവർകം ദിസ്. ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവം വന്നാൽ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം? ഫസ്റ്റ് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ എല്ലാം ട്രെയിനിങ്ങിൽ പലരും ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. നമുക്ക് തന്നിട്ടുള്ള നന്മകളെ, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവത്തിനോടോ നമ്മുടെ നമ്മൾ നന്ദി പറയാം. നമുക്ക് ഇന്ന കഴിവുകൾ തന്നിട്ടുണ്ട് ദൈവം തമ്പുരാനെ, നമുക്ക് ഇന്ന കാര്യങ്ങൾ നമുക്കുണ്ട്. ആ ഉള്ളതിൽ നമുക്കൊന്ന് സന്തോഷിക്കാൻ കഴിയുകയും നന്ദി പ്രകടിപ്പിക്കാൻ കഴിയും. സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തന്നെയാണ് ഈ ഒരു ജലസിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ മറ്റുള്ളവരുടെ കമ്പാരിസണിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു ഡിപ്രഷനിൽ നിന്നോ ഒക്കെ നമുക്ക് അതൊന്നും നമ്മളെ ഏശാതിരിക്കണമെങ്കിൽ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളില് ഒരു നന്ദിയുള്ളവരായിരിക്കുക. നമുക്കുള്ളതിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്താ വെച്ചാൽ ഇതിൽ പലരും ആ ഒരു ഏരിയയിൽ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. 2, ദ വൺ ആൻഡ് ഓൺലി മെത്തേഡ് ഈസ് ടു ലിമിറ്റ് സോഷ്യൽ മീഡിയ. അതിലെ റിയൽ ലൈഫ് ഒന്ന് ലിമിറ്റ് ചെയ്യുക, ഒരല്പം ലിമിറ്റ് ചെയ്യുക. ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ സമയങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് കേട്ട് മാത്രം പോകാനുള്ള ഒരു ഇതിൽ നിന്ന് നമ്മളൊന്ന് അല്പം ഒന്ന് വിട്ടു നിൽക്കുക. മറ്റുള്ളവരുടെ റിയൽ ലൈഫ് കണ്ടിട്ട് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്ത് പോകാനുള്ളത് നമ്മൾ അതിൽ നിന്നൊന്ന് ലിമിറ്റ് ചെയ്യുക, അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, ഒരല്പം ഒന്ന് വിട്ടു നിൽക്കുക. സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലിമിറ്റ്, അതൊന്ന് ലിമിറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ്. നമുക്കുള്ള കഴിവിനെ, നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകൾക്കും നന്ദി ഉള്ളവരായിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്ക് നമുക്കുള്ളതിൽ നന്ദിയുള്ളത്, ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ മീഡിയ ലിമിറ്റ്. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സെൽഫ് അക്സെപ്റ്റൻസ്. ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് പകരം വേറൊരാളില്ല. എന്നെ അക്സെപ്റ്റ് ചെയ്യാം. അത് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു സംഭവത്തില് ഒരിടത്ത് കേട്ടതാണ്. എന്താ വെച്ചാൽ ഒരു ജിക്സോ പസിലിന്റെ കഷ്ണങ്ങളാണ് നമ്മൾ. ഒരു വലിയ ജിക്സോ പസിലിന്റെ കഷ്ണങ്ങളാണ് നമ്മൾ, പീസസ് ആണ്. ഈ ജിക്സോ പസിലില് അതിന്റെ പ്രത്യേകത എന്താണ്? ഏത് ജിക്സോ പസിൽ എടുത്താലും അതിന്റെ ഒരു പീസ് മറ്റൊരു പീസിനും പകരം വെക്കാൻ പറ്റില്ല. പറ്റില്ല. ആ ചെറിയൊരു പീസായിരിക്കും ചിലപ്പോ, ആ ജിക്സോയുടെ ആ പസിലിന്റെ ചെറിയൊരു പീസായിരിക്കും. ആ ഒരു പീസ് പോയാൽ അത് പൂർണ്ണമല്ല. പക്ഷെ ആ ഒരു പീസിന് പകരം വെക്കാൻ വേറെ ഒരു പീസിനെയും പറ്റില്ല. അപ്പോ നമ്മളെല്ലാവരും ഓരോ ജിക്സോ പസിൽസ് ആണ്. ജിക്സോ പസിലിലെ ഓരോ പീസസ് ആണ്. നമുക്ക് പകരം വെക്കാൻ നമുക്ക് മറ്റൊന്നില്ല. നമ്മുടെ പ്ലേസ് നമ്മൾക്ക് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആ പ്ലേസ് നമുക്ക് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് നമ്മുടെ പ്ലേസ് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ പോയിന്റ്. സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. ഇനി അടുത്തെന്താ വെച്ചാല് നമുക്ക് നമ്മള് ചില പേഴ്സണൽ ഗോൾസിൽ നമ്മൾ ഫോക്കസ് ഓൺ അവർ ഗ്രോത്ത്.
നമുക്ക് ചില ഈ ഗോൾസ് ഉണ്ടാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഇതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പോവില്ല. നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ ഗോളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവും. ആ ഗോളിൽ എത്താനുള്ള നമ്മുടെ ആക്ടിവിറ്റീസിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കൂടുതൽ ഫോക്കസ് ചെയ്യണമായിരിക്കും. നമുക്ക് അല്ലാതെ കളയാൻ നമുക്ക് ടൈം ഇല്ലാതെ വരും. ഓക്കെ, നമുക്ക് സമയമില്ലാതെ വരും. സമയമില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഫോക്കസ് ഓൺ ദി ഗ്രോത്ത്, ഫോക്കസ് ഓൺ സെൽഫ്, അവർ ഗോൾസ്, പേഴ്സണൽ ഗോൾസ്. നമ്മുടെ വ്യക്തിപരമായ ഗോളിനെയും ഗ്രോത്തിനെയും ഫോക്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, സെക്കൻഡ് വൺ സോഷ്യൽ മീഡിയ ലിമിറ്റ്, ദെൻ സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മൾ ജിക്സോ പസിലിന്റെ പീസസ് ആണെന്ന് കരുതുക. സെൽഫ് അക്സെപ്റ്റൻസ്, ദെൻ പേഴ്സണൽ ഗോൾസ്. ഫോർത്ത് പോയിന്റ് ഈസ് പേഴ്സണൽ ഗോൾ. നമുക്ക് ഫോക്കസ് ഓൺ ഗ്രോത്ത്. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ വായും ചുണ്ടും കണ്ണും മൂക്കും മാത്രം കണ്ടിട്ട് നമുക്ക് നമ്മുടെ സമയം കൊല്ലാൻ പറ്റില്ല. അങ്ങനെ സമയം കൊല്ലാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരിക ഫോക്കസ് ഓൺ അവർ ഗ്രോത്തിൽ വരുമ്പോൾ. പിന്നെ ഉള്ള അഞ്ചാമതൊരു പോയിന്റ് ആണ് പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ. നമ്മുടെ ഫ്രണ്ട് സർക്കിള് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും അല്ലെ സോഷ്യൽ ലൈഫൊക്കെ ഉള്ള ഈ ഒരു കാലത്ത്. ഫ്രണ്ട് സർക്കിള് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതെ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്ത്, നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാൽ പോലും അതിനകത്തൊരു ഒരു നെഗറ്റീവ് കാര്യം കണ്ടിട്ട് പറയുന്ന ഒരു സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഒരു പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് ഭാഗ്യമാണ് കേട്ടോ, ചിലപ്പോഴൊക്കെ ഭാഗ്യമായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു പ്രശ്നം നമുക്ക് വരുത്തില്ല. പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതിന് നമുക്ക് ഞാൻ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പേഴ്സണൽ ലൈഫിൽ നിന്ന് കുറേ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആ ഒരു താരതമ്യം, നമ്മളിലേക്ക് ഒരു താരതമ്യം കൊണ്ടുവരുന്ന ഫ്രണ്ട് സർക്കിള്. ആ ഫ്രണ്ട് സർക്കിൾ ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഉദാഹരണം പറയാം. എന്റെ മോന് സെൻട്രൽ ഗവൺമെന്റില് ഒരു ജോലി കിട്ടി. അപ്പൊ അത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, സെൻട്രൽ ഗവൺമെന്റ്. അപ്പം എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, അയ്യോ അത് ചെയ്യേണ്ട, അയ്യോ അതിനെന്ത്, എന്റെ മോന് സ്റ്റേറ്റ് ഗവൺമെന്റാ കിട്ടിയത് കേട്ടോ, സ്റ്റേറ്റ് ഗവൺമെന്റ് മതി, കാര്യം മറ്റേതൊക്കെ ഇപ്പോ ഗവൺമെന്റ് പ്രൈവറ്റൈസ് ചെയ്യും, പിന്നെ അത് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അത് ജോയിൻ ചെയ്യാൻ പോകുന്നൊരു കുട്ടിയുടെ അടുത്താണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഉടൻ കമ്പയർ ചെയ്യുക സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് തമ്മിൽ, എന്നിട്ട് അവിടെ ഒരു നെഗറ്റീവ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് അത് അറിയാതെ ചെന്ന് പെട്ടുപോയതാണ് ആ ആളിന്റെ മുന്നിൽ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവിടെ ആ ഒരു കമ്പാരിസൺ നടത്തേണ്ട ഒരു കാര്യവും അയാൾക്കില്ല. പക്ഷേ ആ പറയുന്നതിനകത്തൊരു യാഥാർത്ഥ്യവുമില്ല. എങ്കിലും കിടക്കട്ടൊരുടക്ക് എന്ന് കരുതി പറയുന്നതാണ്. ആ ഒരു കമ്പാരിസൺ കേട്ടപ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്താ തോന്നുക? നമുക്കൊരു സങ്കടം തോന്നും. അയ്യോ എന്താ. അപ്പൊ ഞാനൊരു നെഗറ്റീവ് ഫ്രണ്ട് സർക്കിൾ എന്നുള്ളത് പറഞ്ഞതാണ്. ആ ഫ്രണ്ട് സർക്കിൾ പോസിറ്റീവ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്കൊരു സമാധാനമോ സന്തോഷമോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ നോക്കുക. ഒരു നെഗറ്റീവ് ഫ്രണ്ട് സർക്കിൾ എന്നൊരു അല്പം അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിച്ചോളൂ, കുഴപ്പമില്ല. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ട്രാക്കിംഗ്. നമ്മുടെ എപ്പോഴും നമ്മുടെ പ്രോഗ്രസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇന്നത്തോളം നമ്മൾ എത്തി, ഇത്രത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നൊരു തോന്നൽ അത് നമുക്ക് മറ്റുള്ളവരിൽ ഇട്ടുകൊടുക്കാനും പറ്റണം. മക്കളിലൊക്കെ നമ്മൾ എപ്പോഴും ഇട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നതിൽ നീ എത്തിയല്ലോ, അല്ലെ ഇന്നതായി എന്ന നമ്മുടെ പ്രോഗ്രസിനെ എപ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രോഗ്രസിനെ അവഗണിച്ചിട്ട് അടുത്തിലോട്ട് പോകരുത്. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോഗ്രസിനെ നമ്മൾ ട്രാക്ക് ചെയ്യണം. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിലെ വിജയങ്ങളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ വിജയങ്ങൾ മാത്രമല്ല, സെലിബ്രേറ്റ് അതേഴ്സ് എന്നാണ്. ഓക്കെ, സെലിബ്രേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ കൂടി സെലിബ്രേറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് അതേഴ്സ്, ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. സെലിബ്രേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ സങ്കടം നമുക്ക് ഉണ്ടാവൂല. അവർക്കൊപ്പം നമുക്കും ആ വിജയം നമ്മുടേത് കൂടിയാണെന്ന് നമുക്ക് ചിന്ത വരും. അപ്പൊ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് സക്സസ് ഈസ് അവേഴ്സ് ടു, നമുക്കും ഉള്ളതാണ് ആ സക്സസ്. അപ്പൊ സെലിബ്രേറ്റ് അതേഴ്സ്, പ്രോഗ്രസ് ട്രാക്കിംഗ്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ ട്രാക്ക് ചെയ്യണം. മറ്റുള്ളവരുടെ വിജയം നമ്മുടെ വിജയം കൂടിയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അവിടെ വഴി സന്തോഷം ഉണ്ടാവും. അപ്പൊ ആ പ്രോഗ്രസ്, ആ ഒരു അതേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാവും. നോയിങ് അവർ വാല്യൂ, നമ്മുടെ പ്രാധാന്യം, നമ്മുടെ മൂല്യം നമ്മൾ തിരിച്ചറിയുക.
ഈ പോയിന്റുകളൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ കമ്പാരിസൺ വരുമ്പോൾ അതിനെ നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ദെൻ സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യുക, ഒപ്പം സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മൾക്ക് നോ യുവർ വാല്യൂ എന്നാണ്. നമ്മുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ അക്സെപ്റ്റ്, ഞാൻ ഇന്നതാണ് എന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവര് ചെറുതിലേ മുതൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ അവർക്ക് അവരുടെ വില മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ദെൻ പേഴ്സണൽ ഗോൾസ് ഉണ്ടാക്കി കൊടുക്കണം. വ്യക്തിപരമായ ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിനെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുക. ദെൻ പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, അത് വളരെ പ്രധാനമാണ്. ദെൻ പ്രോഗ്രസ് ട്രാക്കിംഗ് ഓർ സെലിബ്രേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇത് നമുക്ക് ഓവർകം ചെയ്യാനുള്ള കുറേ സ്ട്രാറ്റജികളാണ്. ഇനി ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്ന ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കുക എല്ലാവരും. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്ന, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഗുണമാകാം, കഴിവാകാം, നിങ്ങളുടെ ചിന്തയാവാം, അത് നമ്മൾ അഭിമാനിക്കുന്ന ഒരു കാര്യം ഓർക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിരിക്കുക എല്ലാവരും. നിങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, 30 സെക്കൻഡ് ഞാൻ സംസാരിക്കുന്നില്ലേ. ഓക്കെ, ആരും പറയാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വയം അഭിമാനിക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിക്കാനുള്ള ഒരു സമയം തന്നു. ഇനി ഇന്നത്തെ ഒരു ചിന്ത, ഫ്ലവേഴ്സ് ഡോണ്ട് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ, ദേ ജസ്റ്റ് ബ്ലൂം എന്നാണ്. പൂക്കള് പരസ്പരം മത്സരിക്കുന്നില്ല, പരസ്പരം താരതമ്യം ചെയ്യുന്നില്ല. നീ നല്ലത്, ദേ ജസ്റ്റ് ബ്ലൂം. അവരുടേതായ ഭംഗിയില് അവരുടേതായ സൗരഭ്യം പരത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദേ ജസ്റ്റ് ബ്ലൂം. അവരൊരിക്കലും, ഫ്ലവേഴ്സ് ഡോണ്ട് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ, ദേ ജസ്റ്റ് ബ്ലൂം. നമ്മുടെ യാത്ര നമ്മുടെ സ്വന്തം യാത്രയാണ്, അല്ലെ? മൈ ജേർണി, യുവർ ജേർണി ഈസ് ഡിഫറെന്റ് ബിക്കോസ് യുവർ പേർപ്പസ് ഈസ് ഡിഫറെന്റ്. എല്ലാവരും പോകുന്ന വഴിയിൽ നമ്മൾ പോകണം എന്ന് നമ്മൾ വിചാരിക്കരുത്. അവര് പോകുന്ന വഴി അതാണ്, എനിക്കതിലേ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ബിക്കോസ് യുവർ ജേർണി ഈസ് ഡിഫറെന്റ്. നിങ്ങളുടെ ജേർണി ഡിഫറെന്റ് ആയത് എന്തുകൊണ്ടാ? ബിക്കോസ് യുവർ പേർപ്പസ് ഈസ് ഡിഫറെന്റ്. നിങ്ങളുടെ പർപ്പസ് ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്. നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ സാഹചര്യം വേറെയാണ്. നിങ്ങളുടെ ജീവിത ഉദ്ദേശ്യം വേറെയാണ്. നിങ്ങളുടെ പർപ്പസിനാണ് നിങ്ങൾ പോകുന്നത്, അവരുടെ പർപ്പസിനാണ് അവർ പോകുന്നത്. ലെറ്റ് ദം ഗോ, ലെറ്റ് ദം ഗോ. യുവർ ജേർണി ഈസ് ഡിഫറെന്റ് ബിക്കോസ് യുവർ പർപ്പസ് ഈസ് ഡിഫറെന്റ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരാളിന്റെ വിജയത്തോടുകൂടി നമ്മുടെ വിജയം, നമ്മുടെ വിലയും കുറയുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരാളുടെ വിജയത്തോടെ നമ്മുടെ വിലയും നമ്മുടെ വിജയവും കുറയുന്നില്ല. അവര് വിജയിച്ചോട്ടെ, അത് കണ്ടിട്ട് നമ്മളെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്തു വെച്ചാ നമ്മുടെ ജീവിതവുമായിട്ട് സങ്കടപ്പെടുക മീൻസ്, സങ്കടം നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു താരതമ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് തോന്നിപ്പോകുന്നതാണ്. അത് നിങ്ങളുടെ വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് മറ്റൊരാളുടെ വിജയത്തോടു കൂടി നമ്മുടേത് കുറയുന്നില്ല. അയാൾ വിജയിച്ചോടെ. അവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ്, സെലിബ്രേറ്റ് അതേഴ്സ്. മറ്റുള്ളവരുടെ വിജയത്തെ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ശീലം നമുക്ക് ഉണ്ടാക്കുക. അപ്പൊ അതോടുകൂടി നമ്മുടെ വിജയം കുറയുമല്ല, അവരുടെ വിജയം കൂടുന്നവരും അവരുടെ വിജയത്തിന് നമ്മുടെ വിജയത്തെ കുറയ്ക്കാനുള്ള യാതൊന്നും ചെയ്യാനില്ല. അത് കുറയ്ക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ് സെലിബ്രേറ്റ് അതേഴ്സ്. ഓരോ മനുഷ്യനും തനതായ കഴിവുകളോടെയാണ് ജനിക്കുന്നത്. അവർക്കുള്ള കഴിവല്ല നമുക്കുള്ളത്. മീനും കുരങ്ങനും പറഞ്ഞതുപോലെ ഓരോരുത്തരും യുണീക്കാണ്. ഓരോ മനുഷ്യനും യുണീക്കാണ്. ഓരോ മനുഷ്യനും യുണീക്കാണ്. ഐ ആം യുണീക്ക്. നമ്മുടെ നെഞ്ചിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റണം, ഐ ആം യുണീക്ക്. മൈ ജേർണി ഈസ് യുണീക്ക്. എന്റെ യാത്ര യുണീക്കാണ്. ഞാൻ ജിക്സോ പസിലിന്റെ ഏത് പോർഷൻ ആണോ ആ പോർഷൻ എനിക്ക് പകരം വെക്കാൻ ആ സ്പേസിൽ വേറൊന്നില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. വേറൊന്നില്ല, എനിക്ക് എന്റേതായ പർപ്പസ് ഉണ്ട്. ആ പ്ലേസിൽ ഞാൻ ഇരുന്നാലേ ആ പസില് പൂർണ്ണമാകൂ എന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, ഒരല്പം സെൽഫ് ലവ് അവിടെ വരാം. സെൽഫ് അക്സെപ്റ്റൻസ് കൊടുക്കുമ്പോൾ ഒരല്പം സെൽഫ് ലവ്. ഐ ആം ഇനഫ്. അതാണ് നമുക്ക് ഇന്ന്. എനിക്ക് എന്റെ മൂല്യമുണ്ട്. ഐ ആം ഇനഫ്. നമ്മൾ നമ്മുടെ നെഞ്ചിൽ തൊട്ട് പറയാ, ഐ ആം ഇനഫ്. ഞാൻ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന
ഒരു മോട്ടോ അത് മാത്രമാണ്, ഐ ആം ഇനഫ്. ഞാൻ മതി എനിക്ക്, ഐ ആം ഇനഫ്. ബി യുവർ സെൽഫ്, എവ്രി വൺ എൽസ് ഈസ് ഓൾറെഡി ടേക്കൺ എന്നാണ്. ബി യുവർ സെൽഫ്, എവ്രി വൺ എൽസ് ഈസ് ഓൾറെഡി ടേക്കൺ. ബാക്കിയുള്ളവരെയൊക്കെ എടുത്തു കഴിഞ്ഞു, നമുക്ക് നമ്മുടെ സ്പേസ് ആണ് ഇനി ഉള്ളത്. ഐ ആം ഇനഫ്. ഞാൻ ഈ ഒരു മോട്ടോ പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഐ ആം ഇനഫ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ആ ഒരു സെൽഫ് ലവ്, സെൽഫ് വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. ബി യുവർ സെൽഫ്, എവ്രി വൺ എൽസ് ഈസ് ഓൾറെഡി ടേക്കൺ. ബാക്കിയുള്ളവരല്ല നമ്മൾ, നമുക്ക് നമ്മുടേതായ സ്പേസ് ഈ ലോകത്തുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സ്പേസ് നമുക്കുണ്ട്. ഐ ആം ഇനഫ്. ഓക്കെ, ഇത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു പെട്ടെന്നുണ്ടായൊരു ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്. ഇത്രയും കേട്ടിരുന്നതിന് സന്തോഷം. താങ്ക് യു. സജിന മാം. Yes. Shall I wind up? Good morning, ma'am. Good Shalina morning. ma'am. Morning. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ആൻഡ് യുവർ വോയിസ് ആൻഡ് ദ വേ യു പ്രസന്റഡ് വാസ് വെരി ഇംപ്രസീവ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് പാരലലി ഐ എം ഡൂയിങ് മൈ വർക്ക്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി വന്നിട്ട് അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഓൺ ദിസ് ഇസ്, വി ഇൻ ആ സൊസൈറ്റി നമ്മൾ കൂടുതൽ ഈ കമ്പാരിസണില് നെഗറ്റീവ് ആയിട്ടാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഹൈലൈറ്റിംഗ് ദ നെഗറ്റീവ്സ്, നമുക്ക് വി ക്യാൻ ഓൾവേസ് ഹൈലൈറ്റ് ദ മാം പറഞ്ഞ പോസിറ്റീവ്സ് ഒക്കെ എത്ര നല്ലതുണ്ട്. ഈ പോസിറ്റീവ്സ് എടുത്തിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, when you are Yes. comparing, ഈ കമ്പയറിംഗിന്റെ പോസിറ്റീവ്സ് ഓൾവേസ് ഗിവ്സ് us some boost to compete. നമ്മൾ കോമ്പീറ്റ് Yes. ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഗ്രോ ആവുള്ളൂ. അത് അതെ. നമ്മൾ ആ നെഗറ്റീവ് കമ്പാരിസണിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ പകരം പോസിറ്റീവ് കമ്പാരിസണിൽ നിന്ന് നമ്മുടെ മക്കളായാലും ശരി, നമ്മളായാലും ശരി ഗ്രോ ചെയ്യാം. ഫീലിംഗ് ജലസി ആൻഡ് ഓൾ വിൽ നോട്ട് ഡു എനി ഗുഡ് ടു എനി വൺ. Yes. ആൻഡ് ട്രൈ ടു ബ്രിങ് ഡൗൺ അതേഴ്സ് ഈസ് ഓഫ് നോ യൂസ് ഇൻ റിയൽ ലൈഫ്. നമ്മുടെ ഒരു അനുഭവം കൊണ്ട് നോക്കുമ്പോഴും നമ്മളുടെ മക്കളുടെ ഇടയിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വി ആർ നോട്ട് ടെലിംഗ് യു ടു ട്രൈ ടു അറ്റ്ലീസ്റ്റ് ബി യുവർ സെൽഫ്. നമ്മൾ ഈ കമ്പാരിസണിൽ നമ്മൾ Yes. കാണുന്നത് നമ്മളുടെ പെർഫോമൻസ് പോലും പെർഫോം ചെയ്യുന്നില്ല. We Yes. are wasting our time unnecessary. Not that's what I told you. മാം പറഞ്ഞ എനിക്ക് പെർട്ടിക്കുലർലി നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഉള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് ഐ ഓൾവേസ് വുഡ് ലൈക്ക് ടു സേ ദറ്റ് ബി പോസിറ്റീവ്. അതേ രീതിയിൽ മാമിന്റെ ക്ലോസ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, ഹു ട്രൈ ടു ഡോണ്ട് ട്രൈ ടു ഡു ഓൾ ദോസ് തിങ്സ്. ഞാൻ എപ്പോഴും പറയാ, നമ്മൾ കുട്ടികളുടെ അടുത്തായാലും ശരി, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ശരി, നമ്മൾ സെൽഫായിട്ട് നമ്മൾ തീരുമാനിക്കുക, ഞാൻ ഇത് ചെയ്യില്ല, ഞാൻ ഇങ്ങനെ. വാട്ട് ഈസ് ദ ഗുഡ് യു ഗെറ്റ് ബൈ ഹേർട്ടിങ് അതേഴ്സ്? ഈ Yes. മാതിരിയുള്ള കാര്യങ്ങള് നമ്മുടെ ഇപ്പൊ ഈ മാം പറഞ്ഞതില് ഞാൻ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചത്. സോ ദാറ്റ് ബി തിങ്ക് ഓഫ് ദ പോസിറ്റീവ്സ് ഇൻ കമ്പാരിസൺ, ആൻഡ് ദെൻ ഡോണ്ട് ട്രൈ ടു ബി ലിറ്റിൽ അതേഴ്സ്, ഡോണ്ട് ട്രൈ ടു കമ്പയർ ആൻഡ് ട്രൈ ടു ബ്രിങ് ഡൗൺ അതേഴ്സ്. അതും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ യു ഷോ യുവർ സെൽഫ്, യു ബി യുവർ സെൽഫ്. നിങ്ങൾ എന്താ മാം Yes. ലാസ്റ്റിൽ കുറെ സേയിങ്സും പറഞ്ഞു. ഈ സേയിങ്സിൽ എന്താണ്, നമ്മളെ ഞാനായിട്ടിരിക്കുക, ഞാൻ വേറെ ആളെ കണ്ടിട്ടിരിക്കുക. പിന്നെ എനിക്ക് മാം പറഞ്ഞപ്പോ ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഒന്നുമില്ലെങ്കിലും നമ്മൾ കാരണം വാട്ട് ഈസ് ദ തിങ് വിച്ച് ഹെൽപ്ഡ് അതേഴ്സ് ടു ഗ്രോ, അത് ശ്രദ്ധിക്കുക. എനിവേ the way you presented, the voice, this one was very, very impressive. And nice topic to think about. What is in good in comparison, adopt it and grow. Thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം. വളരെ നല്ലൊരു പ്രതികരണത്തിന് ഒരുപാട് സന്തോഷം. ബിഹേവിയറൽ ഇഫക്ട്സ് ആണ് ശരിക്കും, കമ്പാരിസൺ കൊണ്ടുണ്ടാകുന്ന ബിഹേവിയറൽ ഇഫക്ട്സ് ആണ് നമുക്ക് വളരെ നമ്മൾ പേടിക്കേണ്ട സംഭവം. ഈ പലരീന്നും അകലം പാലിച്ച് ഉള്ളിലോട്ട് ആളുകൾ ഒതുങ്ങിപ്പോകും കമ്പയർ ചെയ്ത് ഒരു ടോക്സിക് കമ്പാരിസൺ മുന്നോട്ട് കൊണ്ടുപോയാൽ. സോ എപ്പോഴും കമ്പാരിസൺ മാം പറഞ്ഞതുപോലെ അത് പോസിറ്റീവ് ആയാൽ അതിന് ഗുണം ഉണ്ടാകും. ഓക്കെ, ഇനി
ശൈല ഹലോ. മാം അടിപൊളിയായിരുന്നു കേട്ടാ. ചന്ദ്ര മാം പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു, പവർഫുൾ വോയിസ് ആയിരുന്നു. ശരിക്കും ഓരോ പോയിന്റും ഭയങ്കര വാല്യുബിൾ ആയിരുന്നു കേട്ടാ മാം പറഞ്ഞ. അതുപോലെ ഒരു സെയിങ്സുകളും കമ്പാരിസൺ വരുന്ന വഴികളും എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, സെൽഫ് ആക്സെപ്റ്റൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതുപോലെ നമ്മുടെ ഫോക്കസ് ഓൺ അവർ ഗോൾസ്, എല്ലാ പോയിന്റും ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജ്ന. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് നല്ല മോർണിംഗ്. സെഷൻ ആയിരുന്നു മാം. നല്ല പ്ലസന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. ദാറ്റ് കൺഗ്രാജുലേഷൻ മാം. അതുപോലെ താങ്ക് തന്നെ യു. ഓരോ വ്യക്തികളും യൂണിക്കാണ്. അപ്പം മറ്റുള്ളവരുടെ റീൽസും എല്ലാം കണ്ടിട്ട് അതിനെ ഫോളോ ചെയ്ത് പോയാന്ന് വെച്ചാൽ അവർക്കുള്ള കഴിവ് അതിലായിരിക്കും, നമുക്കുള്ള അതെ. കഴിവ് വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ അവിടെ ഹൈഡ് ചെയ്യാണ് നമ്മളെ കഴിവിനെ. അപ്പം നമ്മളത് ഒരുപാട് ഡൗൺ ആയി പോവുകയും നമ്മൾ മുന്നിലോട്ട് നമ്മുടെ എബിലിറ്റിയെ കൊണ്ടുവരാൻ താമസം വരും. ലാസ്റ്റ് നിമിഷം നമ്മളെല്ലാം കോൺഷ്യസ് ആയി വരുമ്പം കാലം അങ്ങ് കടന്നു പോകും, നമുക്കത് യെസ്. കിട്ടത്തില്ല, ആ കാലം നമുക്ക് തിരിച്ചു കിട്ടൂല. ആ ഒരു അവയർനെസ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പേരൻസ്, ടീച്ചേഴ്സ് അവർക്ക് കൊടുക്കണം. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കൗൺസിലിംഗ് മസ്റ്റായിട്ട് എല്ലാ സ്കൂളുകളിലും കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഒരുപാട് അത് അവയർനെസ് അവിടെ കൊണ്ടുവരാൻ പറ്റും ഈ സ്റ്റുഡൻസിന്റെ ഇടയിൽ. അത് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് തന്നെ അവർക്ക് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതിപ്പം നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഈ പേരൻസ് തന്നെ കുട്ടികളുടെ ഇടയിൽ ആ ഒരു ജലസി കൊണ്ടുവരികയാണ്. അവരുടെ അതെ റിലേറ്റീവ്സ് ആവട്ടെ, അതെ നൈബേഴ്സ് അതെ ആവട്ടെ, അതെ എന്തെങ്കിലും ഒരു വിഷയം അവിടെ അവതരിപ്പിക്കുമ്പം അവരിങ്ങനത്തെ ടൈപ്പാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലാതെ നല്ല വശങ്ങൾ പോസിറ്റീവ് സൈഡ് കൊടുത്ത് കുട്ടികളെ വളർത്തുകയാണെങ്കിൽ മാത്രമേ ഓരോരുത്തരും യൂണിക്കാണ്, എനിക്ക് ഇന്ന കഴിവുണ്ട് മറ്റുള്ളവർക്ക് അതില്ല എന്ന് മനസ്സിലാക്കി അവർ ഈ സോഷ്യൽ മീഡിയയുടെ പിറകെ പോവാതെ അവർ സ്വയം തന്നെ എനിക്ക് ഇന്ന കഴിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് ഓരോ കുട്ടികളുടെയും ഗ്രോത്ത്, അവരുടെ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. താങ്ക് യു മാം. നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അതും നമ്മളും സ്റ്റുഡൻറ് തന്നെ ഇപ്പം മാമിന്റെ മുന്നിൽ, എന്നിരുന്നാലും ഒരു ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എങ്ങനെ ഒരു ടീച്ചിങ് അവതരിപ്പിക്കും, വളരെ സ്റ്റോപ്പായിട്ട് ആ ഒരു പ്രസന്റേഷൻ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മാം. താങ്ക് യു മാം. കൺഗ്രാജുലേഷൻ. താങ്ക് യു. താങ്ക് യു. ഞാൻ കഴിഞ്ഞ ദിവസം കായംകുളത്ത് നിന്ന് ട്രെയിനിൽ കയറി. ട്രെയിനിൽ ട്രിവാൻഡ്രം വരെ വന്നു. എന്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ 2 പയ്യന്മാരാണ് ഇരുന്നത്. ആ പയ്യന്മാര് അവിടുന്ന് ഇവിടെ വരെ സോഷ്യൽ മീഡിയയിലെ റീൽസ് ഇങ്ങനെ കണ്ട് 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 എല്ലാവരും ഞാൻ ചിലയിടത്ത് ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്, ഫുൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആരും പരസ്പരം നോക്കാതെ ഈ പിള്ളേര് കാണുന്നത് റീൽസ് ആണ്. ഈ രണ്ടുപേരുടെ അവർ രണ്ടുപേരും മുഖം നോക്കുന്നില്ല, പക്ഷെ അവര് തമ്മിൽ എന്നിട്ട് അവസാനം പറഞ്ഞ ഒരു കമന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റേത് ഓക്കെയാണ്, എല്ലാവരും ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കും, സമയം കൊല്ലാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ ഇവന്മാര് രണ്ടുപേരും ഒരു +2 പിള്ളേരാണ്. ഈ പിള്ളേര് രണ്ടുപേരും അവസാനം പറഞ്ഞൊരു കമന്റ് എന്താന്ന് വെച്ചാ, എടാ അമ്മമാരെ വെച്ച് റീൽ ചെയ്താ ഇപ്പൊ ഭയങ്കര റീച്ചാടാ എന്നാ പറയുന്നു. എന്നുവെച്ചാ അവന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവന്മാര് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ഇത് എങ്ങനെ മറ്റുള്ളവര് ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ റീച്ച് ഒപ്പിക്കുക. എന്നിട്ട് അവന്മാര് കണ്ടുപിടിച്ചൊരു മാർഗം ഇതാണ്, എടാ അമ്മമാരെ വെച്ചാടാ ഇപ്പൊ എല്ലാവരും റീൽ ചെയ്യുന്നത്, അന്നേരം നമുക്ക് റീച്ച് കിട്ടുമെന്ന്. അവരുടെ ഒരു കറക്റ്റ് ആണ് മാം. റെസ്പോൺസ് കണ്ടപ്പോ കാരണം അവർക്ക് പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, ക്വാളിഫൈഡ് ആയിരിക്കും, ഇവർക്കിപ്പോ ജോലിക്ക് പോകാനൊന്നും വയ്യ. കാരണം ഈ റീൽസിന്റെ പിറകെ അവർ പോവേണ്, റീൽസുകൾ ഉണ്ടാക്കുക, റിവ്യൂ ഉണ്ടാക്കുക, അങ്ങനെ എല്ലാവരുടെയും വിദ്യാഭ്യാസവും ഒക്കെ ബാഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം. മുമ്പൊക്കെ റീൽ എന്ന് പറയുമ്പോഴേ എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല, എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും. കഴിഞ്ഞ ദിവസം ഒരു റീല് ഞാൻ കണ്ടെന്ന് വെച്ചാല്, വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ലൈഫ്. ആ ഒരു ദിവസം അവര് തിന്നുന്നത് മാത്രം എടുത്തിട്ടിരിക്കുകയാണ്. കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് കാണാനുണ്ട്. അതന്നെ മാം, എന്തറിയോ, ക്വിക്ക് മണി
ആൻഡ് നമ്മളുടെ ഒരു പോസിറ്റീവ്, ഞാൻ ഇതാ പറഞ്ഞത്, നമ്മളുടെ എന്താണ് ടാലന്റോ അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അതിലിരുന്ന് മണി ഉണ്ടാക്കണം എന്നുള്ള ഒരു ട്രെൻഡ് ഇപ്പൊ സൊസൈറ്റിയിലെ ഈ യൂട്യൂബ് വീഡിയോസ്, കണ്ടന്റ് ക്രിയേറ്റർ, ഇങ്ങനത്തെ കുറെ ഇത് വന്നില്ലേ. അപ്പൊ എന്തും ചെയ്യാം, ഇടും. പിന്നെ നമ്മൾ ചിലവര് നമ്മളുടെ ഇടയിൽ ബൈ ചാൻസ് കണ്ടു, എന്താണ് അതിലെന്താ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ നമ്മൾ നോക്കിപ്പോവും. അവർക്ക് വ്യൂ കിട്ടി, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അവർക്ക് വേണ്ട രീതിയിൽ പൈസ കിട്ടി. അതാണല്ലോ ക്വിക്ക് മണി ആൻഡ് നോ പേഷ്യൻസ്. അത് റീൽസ് അല്ലേ നോക്കുള്ളൂ. ഒരു 1 hour എഡ്യൂക്കേറ്റീവ് വീഡിയോ ഒക്കെ കാണാനുള്ള പേഷ്യൻസ് ആർക്കും ഇല്ല. No one. 2 മിനിറ്റ് കൂടുതലൊന്നും ആരും ഇരിക്കൂല. എത്രമാത്രം എഡ്യൂക്കേറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട് മാം, നമ്മളുടെ നോളേജ് ഗ്രോ ചെയ്യാൻ. അതില്ല. ഇത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഈ ഡ്രഗ്സ് സെയിൽ, എത്ര കുഞ്ഞു കുട്ടികൾ പോലും ദേ ആർ റെഡി ഫോർ ദാറ്റ്. വൈ? ഇൻസ്റ്റന്റ്ലി യു ആർ ഗെറ്റിംഗ്, ആൻഡ് യു ആർ നോട്ട് ഗെറ്റിംഗ് ബൈ വർക്കിംഗ് ഹാർഡ്. ഈസിലി യു ആർ ഗെറ്റിംഗ് മണി. സോ അത് രീതിയിൽ എനിവേ this one has made us think in many ways. Thank you, ma'am. Thank you, ma'am, for the positive response. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സൂപ്പർ പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞ മാതിരി ഒരു ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് പഴയ സ്കൂളിലേക്കൊന്ന് കൊണ്ടുപോയി. കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാം, ഉണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. റീൽസിനെ പറ്റി പറയുമ്പോഴാണ് ഈ റീൽസ് കണ്ട ഏറ്റവും കൂടുതൽ ഇപ്പൊ വൃദ്ധന്മാർ വെറും റീൽസ് കാണിച്ചിരിക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു പെണ്ണൊന്ന് ചാടി അവർക്ക് ഇന്ന് ലൈക്കാം അല്ലെ, മില്യണാ കൊടുത്തിട്ടുണ്ട്. വെറുതെ ചാടുക, വെറുതെ ആരുണ്ടല്ലോ, ഒരൊറ്റ സ്ത്രീ ആയിരിക്കും അതുകൊണ്ട് അവർക്ക് വരെ ലൈക്കാം. പക്ഷെ ഇതിൽ നമ്മളെ പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാം, വെറുതെ ആ ടൈം അങ്ങോട്ട് ഒഴിവാക്കുക. അതുപോലെ നമ്മള് അതിൽ നിന്ന് ചിലവർക്ക് ക്ലാസ്സുകളുണ്ട്, പിന്നെ ഇത് കണ്ടിട്ട് വേറെ വ്ളോഗായിട്ട് വരുന്നവരുണ്ട് അല്ലേ, കുറെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ കുട്ടികള് ഓര് പറഞ്ഞ വളരെ കറക്റ്റാ. അമ്മമാർ ഒരുപാട് വന്നത്, കുറെ റീൽസ് ഉണ്ട് അമ്മമാരത്. അവര് വന്നിട്ട് ഒരുപാട് നല്ല വ്യൂസ് ഉണ്ടാക്കണ്ടവര് പ്രായമായവരാണ് അല്ലെ, നമ്മളിപ്പോ പ്രായമായവര്, അധികം വാർദ്ധക്യ ചെറുത്തിലേക്ക് എത്തിപ്പെട്ട ആളുകളൊക്കെ അവരൊക്കെ റീൽസ് കണ്ടേ. നമ്മള് പഴയകാലത്തൊക്കെ വാർദ്ധക്യമുള്ളവരെ, പ്രായമായുള്ള വീടാണ്, അവരെ നമ്മൾ നോക്കണം, അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പോയി അടുത്ത വീട്ടിൽ പറഞ്ഞു പോകുന്നവര് ഇന്നിപ്പോ റീൽസ് തുള്ളിച്ചാടും. അതാണ് കാലം. അവര് ഹാപ്പി ആയിരിക്കാൻ അവരങ്ങനെ ഒരു മാർഗം എടുക്കുന്നല്ലോ. ഓക്കെ, അത് നമുക്ക് അവരുടെ സന്തോഷമാണ്, അവരുടെ സന്തോഷമാണ്. പക്ഷേ അതിന് പോസിറ്റീവായി നമ്മൾ കാണുക എന്നുള്ളത്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഡോക്ടർ രാജേന്ദ്രൻ. കാര്യം മാത്ര പ്രസക്തമായി ഒരു പ്രസന്റേഷൻ, നല്ല പ്രസന്റേഷൻ. ഞാന് ഇതിനകത്ത് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മുടെ അത് വളരെ വ്യാപകമാണ്. എപ്പോഴും നമ്മുടെ കുടുംബത്തൊക്കെ ഇതിങ്ങനെ വളരെ സാധാരണയായിട്ട് കേൾക്കുന്നതാണ്. അപ്പോഴേ ഈ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. ഇത് നമുക്ക് വ്യാപകമായിട്ട് കുട്ടികളിലാണെങ്കിലും അമ്മമാരിലാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും അത് പാടില്ല എന്നുള്ള ഇത് മാക്സിമം ഇതിന് പ്രചരണം കൊടുക്കാൻ എന്താ മാർഗം എന്നുള്ളത്. കാരണം ഇത് വളരെ ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ തന്നെ അറിയാതെ പലപ്പോഴും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അറിയാതെ വന്നു പോകുന്നതാണ്. പക്ഷെ അത് പാടില്ല. അങ്ങനെ ഒരാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. വിശേഷിച്ചും അത് ഏറ്റവും പ്രാവർത്തികമാവുന്നത് കുഞ്ഞുങ്ങളിലാണ്. കുഞ്ഞുങ്ങളില് അത് വല്ലാത്ത ഒരു ഇമ്പാക്റ്റ്, മാനസികമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും.
ഇത് പക്ഷേ ഇതിനൊരു അത് പാടില്ല, അത് പാടില്ലാത്ത കാര്യമാണെന്ന് നമുക്ക് മാക്സിമം പിന്നെ എല്ലാവരും മനസ്സിലാക്കാനുള്ളൊരു മാർഗം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. യെസ്, തീർച്ചയായിട്ടും. സാർ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഈവിളാണ്, ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ് ആണ്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് അത് ആണ്. സംഭവിച്ചുകൊണ്ടേ സൂയിസൈഡിലേക്ക് പോലും എത്താറുണ്ട് ശരിക്കും. ചിലപ്പോഴൊക്കെ കമ്പാരിസൺ സൂയിസൈഡിലേക്ക് പോലും എത്തും. യെസ്, നേരിട്ട് നമ്മൾ അനുഭവിച്ച് എക്സാമ്പിളായിട്ട് കണ്ട് സങ്കടം വന്ന സന്ദർഭങ്ങളുണ്ട്. രണ്ടുപേരെ തമ്മില് കുടുംബത്തില് കമ്പയർ ചെയ്യുന്ന, അത് ഈ ഗ്രാൻഡ് പേരൻസ് ഗ്രാൻഡ് ചിൽഡ്രനെ കമ്പയർ ചെയ്യും. ചിൽഡ്രനുമായിട്ടുള്ള ഒരു ഇടപെടലിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം സങ്കടം വന്ന സന്ദർഭങ്ങൾ നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? അത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള സംഗതികൾ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ടി വിക്കകത്ത് അതെ, വരുന്ന കാര്യങ്ങൾ. അപ്പൊ അവിടെയൊന്നും ഇങ്ങനെ ഒരു പൊതുവായുള്ള ടോക്സിൽ ഒന്നും പൊതുവായുള്ള ഒരു കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ എത്തിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നതേയില്ല. അവർക്കൊക്കെയാണ് ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും ഇത് നല്ല പ്രചാരണം കൊടുക്കാൻ പറ്റുന്നത്. അതെ, സോഷ്യൽ പക്ഷെ മീഡിയയിൽ അങ്ങനെ തന്നെ ഇതിന് പ്രചാരണം കൊടുക്കാം. അതാണ് ഏറ്റവും പരമാവധി ആൾക്കാരിൽ ഇത് എല്ലാവരിലും എത്തുന്നത് അതാണ്. എത്തിക്കാൻ ഉള്ള ഒരു മാർഗം ശരിക്കും ടി വി പിന്നെ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ആണ് ശരിക്കും അതിന് നല്ലൊരു മാർഗം. അത് പക്ഷെ ആരും അത് അങ്ങനെ ഒരു ശ്രമം നടത്തിയായിട്ട് കാണുന്നില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സന്ദർഭങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് തന്നെ കാര്യം പേരൻസ് മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അറിയാതെ. കുട്ടി നിങ്ങളുടേതല്ലേ, അപ്പുറത്തെ കുട്ടിയുടെ അമ്മയും അച്ഛനും അല്ലല്ലോ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്. യുണീക്ക് ആണ്, ഓരോരുത്തരും യുണീക്ക് ആണ് എന്നുള്ളത് അത് ആരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷനിൽ ഈ ഒരു കാര്യം വരുന്നതേയില്ല. അതെ, എഡ്യൂക്കേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു അനുഗ്രഹമായിരിക്കും. ഉണ്ട് സാറേ, കരിക്കുലത്തിലൊക്കെ ഉണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തില് ഈ ആറ്റിറ്റ്യൂഡുകളും ഈ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തിലുള്ളതാണ്. പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നില്ല. കരിക്കുലത്തിലുള്ളതാണ്, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അത് ഇൻകൾക്കേറ്റ് ചെയ്യാനുള്ള പഠിക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് വേണ്ടി മാത്രം പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നതല്ലാതെ നമ്മൾ പ്രാവർത്തികമായിട്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ പരസ്പരമോ നമ്മളിത് പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതാണ് ഒരു കഷ്ടമാണ് ശരിക്കും, വളരെ ഒരു ദയനീയമായ വശമാണത്. Thank you, ma'am, for your excellent presentation. Thank you, sir. Good morning, Shaila ma'am. Good morning, sir. നല്ല ടോപ്പിക് ആയിരുന്നു. ഇംഗ്ലീഷിൽ ഒരു ഐഡിയ ഉണ്ടല്ലോ, കമ്പയറിങ് ആപ്പിൾ ആൻഡ് ഓറഞ്ചസ് എന്ന് പറയും. നമുക്ക് ആപ്പിളിനെ ഒരിക്കലും ഓറഞ്ചുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, രണ്ടിന്റെയും പർപ്പസ് രണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിക്കും ഓരോ പർപ്പസ് ഉണ്ട് ലൈഫിൽ. അത് നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നേ ഉള്ളൂ. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് വീട്ടിലിരിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കോമ്പറ്റീഷൻ കൂടിക്കൂടി വരികയാണ്. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫുൾ A+ അല്ല, അന്ന് മാർക്കാണ്. ഡിസ്റ്റിങ്ഷനൊക്കെ കിട്ടിയിരുന്ന കുട്ടികൾ ഒരു നാട്ടിൽ 3 അല്ലെങ്കിൽ 4 ആയിരുന്നു, അല്ലെങ്കിൽ 10 പരമാവധി. ഇപ്പം എല്ലാ കുട്ടികൾക്കും ഫുൾ A+ ആണ്. അപ്പോൾ നമ്മൾ കമ്പാരിസണും കൊണ്ടിരുന്നാൽ
ലൈഫിൽ പുറകോട്ട് പോകും. അവരവരുടെ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും നല്ല ടോപ്പിക്കായിരുന്നു. മാമിൻ്റെ പ്രസൻറ്റേഷൻ അടിപൊളിയാണ്. നേരത്തെ ചന്ദ്ര മാം പറഞ്ഞ പോലെ നല്ല വോയിസും ആണ്. ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പറ്റിയ അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു സർ. നമുക്ക് പേഴ്സണലി പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കമ്പാരിസണിന്. നമുക്ക് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കമ്പയർ ചെയ്യുന്ന ആ കമ്പാരിസൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആരെയാണോ എങ്ങനെയാണോ കമ്പയർ ചെയ്യുന്നത്, ആ കമ്പാരിസൺ നമ്മുടെ ആ പർട്ടിക്കുലർ പാർട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നതുണ്ടല്ലോ, വളരെ വലുതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരിക്കലും നമ്മളവരെ ഇപ്പൊ 2 മക്കളുള്ളവരെ തന്നെ പേരൻസ് കമ്പയർ ചെയ്യുന്നത് കാണുമ്പോൾ പലപ്പോഴും ഞാൻ വിചാരിക്കും, ഇവർ എന്തിങ്ങനെ, ആ കൊച്ചിന് എന്തുമാത്രം മനപ്രയാസമായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക എന്ന് നേരിട്ട് ചിന്തിച്ച ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു ഈവിള് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ. സജിന മാം, അതെ സജിന മാം. പോയോ? ഇല്ലില്ല, ഇവിടെ ഉണ്ട് മാം. ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ. യെസ് മാം, വൈൻഡ് അപ്പ് ചെയ്യാം. സൂസൻ മാം ഇല്ലേ? അതെ സൂസൻ അതെ, മാം സൂസൻ മാം ജോയിൻ ആക്കി. മേ ബി ഷീസ് ബിസി. എനിവേ താങ്ക് യു. ഇത്രയും പേരുടെ കൂടെ ഇത്രയും സമയം ചെലവഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. Thank you, ma'am. Best wishes to all. Have a good day. താങ്ക് യു. We Thank need you more all. sessions from you, ma'am. താങ്ക് യു സർ. താങ്ക് യു മാം. ലെറ്റ് us try. Thank you. Okay, shall we wind up? Sajina ma'am. വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.